ഹലോ എവരിവൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് ഫണ്ടമെൻ്റൽസ് ആണ്. സോ നമ്മൾ ഓൾറെഡി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കുറച്ച് കോൺസെപ്റ്റുകളെല്ലാം നോക്കിയിരുന്നു. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ ഒരു ബേസ് കോൺസെപ്റ്റാണ് ക്ലാസ് ആൻഡ് ഇറ്റ്സ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ എ ക്ലാസ് ഇസ് ഡിഫൈൻഡ് ഇൻ ജാവ, ഹൗ ഇറ്റ് ഇസ് യൂസ്ഡ് എന്നുള്ളതാണ്. അപ്പോൾ ജാവ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ജാവയുടെ ഒരു കോർ തന്നെയാണ് ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സ് ആണ് ജാവയുടെ ജീവൻ എന്ന് പറയുന്നത് തന്നെ. സോ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലൂ പ്രിൻറ്റ് ഫോർ ക്രിയേറ്റിംഗ് ഒബ്ജക്ട്സ് ആണ്. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് എ ടെംപ്ലേറ്റ്. ആ ടെംപ്ലേറ്റിൻ്റെ അകത്ത് വാല്യൂസ് വരുമ്പോഴാണ് അതൊരു ഒബ്ജക്റ്റായി മാറുന്നത്. ഒരു ക്ലാസ്സിന് ഇറ്റ് ക്യാൻ ഹാവ് എൻ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഉണ്ടാകാം. സോ ക്ലാസ് ഇസ് എ ടെംപ്ലേറ്റ് ഫോർ ആൻ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ്. ഇപ്പോൾ ബേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്ലാസ്. അതിൻ്റെ അകത്ത് ഒരു പെർട്ടിക്കുലർ ബേർഡ്, ഒരു പാരറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പാരറ്റിനെ, നമ്മളൊരു പെർട്ടിക്കുലർ പാരറ്റിനെ പറ്റി പറയുകയാണ്. ആ പാരറ്റിന് അതിൻ്റേതായ പ്രോപ്പർട്ടീസ് ഉണ്ട്. അങ്ങനെയുള്ളതിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ജനറലൈസ് ചെയ്ത് ഇന്നിന്ന പ്രോപ്പർട്ടീസ് ഉണ്ടാകാം, അതിൻ്റെ അകത്ത് വാല്യൂ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ഹ്യൂമൻ എടുക്കുകയാണെങ്കിൽ ഹ്യൂമൻ ക്യാൻ ഹാവ് ഹൈറ്റ്, വെയ്റ്റ്, കളർ, നെയിം, റോൾ നമ്പർ, ലൈക്ക് ദാറ്റ് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടാകാം. അതിൻ്റെ അകത്തൊരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസ് എടുക്കുമ്പോഴാണ് ഇപ്പോൾ ഹൈറ്റ് 6 feet ഉള്ള, വെയ്റ്റ് ഒരു 45 kg ഉള്ള, നെയിം സാം ആയിട്ടുള്ള ഒരാൾ, അങ്ങനെ വരുന്ന ഒരാളെ കാണുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ജനറലൈസേഷനാണ്. അതിൻ്റെ അകത്ത് വാല്യൂ ഒന്നും കാണില്ല. അതിൻ്റെ ഒബ്ജക്ട്സ് ഉണ്ടാക്കുമ്പോഴാണ് അതിന് വാല്യൂസ് വരുന്നത്. അപ്പം നമ്മൾ ജാവയിൽ എങ്ങനെയാണ് ഈ ക്ലാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. സോ ക്ലാസ് എന്ന് പറയുന്നത് ജാവയിൽ ഒരു ന്യൂ ഡാറ്റ ടൈപ്പ് പോലെ തന്നെയാണ്. ജാവയുടെ ഒരു ഫ്രെയിം വർക്ക് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവയിൽ എല്ലാം ക്ലാസിൻ്റെ അകത്താണ് നമ്മൾ എഴുതുന്നത്. എവ്രിതിങ് ഇസ് റിട്ടൺ ഇൻസൈഡ് എ ക്ലാസ് ആണ്. ഇറ്റ് ക്യാൻ ഹാവ് ഒരു സിംഗിൾ പ്രോഗ്രാമിൻ്റെ അകത്ത് ഇറ്റ് ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് ക്ലാസ്സസ് ഉണ്ടാകാം. വൺ ക്ലാസ് വിൽ ബി ദെയർ വിത്ത് എ മെയിൻ ഫങ്ഷൻ. അങ്ങനെയാണ് ജാവയുടെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. മെയിനുള്ള ഒരു ഫങ്ഷൻ, ഒരു ക്ലാസ് ഉറപ്പായും ഉണ്ടാകും. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് ക്രിയേറ്റ്സ് എ ലോജിക്കൽ ഫ്രെയിം വർക്ക് ദാറ്റ് ഡിഫൈൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇറ്റ്സ് മെമ്പേഴ്സ് ആണ്. അപ്പോൾ അതൊരു ലോജിക്കൽ ഫ്രെയിം വർക്ക് നമുക്ക് തരുന്നുണ്ട്, അതിൻ്റെ മെമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണാനായിട്ട്. സോ ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ഹാവ് പ്രോപ്പർട്ടീസ് ആർ നോൺ ആസ് ഇൻസ്റ്റൻസ് വേരിയബിൾസ് എന്ന് പറയും. ആ ഒരു ഇൻസ്റ്റൻസിൻ്റെ വേരിയബിൾസ്, അതിന് വരാവുന്ന ഡിഫറെൻറ്റ് വാല്യൂസാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഹാവ് ബിഹേവിയേഴ്സ് ഓർ മെത്തേഡ്സ് എന്ന് പറയും. മെത്തേഡ്സ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടേം. ഇൻസ്റ്റൻസ് വേരിയബിൾ ആൻഡ് മെത്തേഡ്സ് എന്നുള്ളതാണ് ജാവയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം. ഇപ്പോൾ റോൾ നമ്പർ ആൻഡ് നെയിം അതിൻ്റെ പ്രോപ്പർട്ടീസാണ്. അതിനിപ്പോൾ റോൾ നമ്പർ 10, 20 അങ്ങനെ വേരിയബിൾ വാല്യൂസ് വരാം. നെയിം, സാം, ആൻ, ഇതൊക്കെ അതിന് വരാവുന്ന വാല്യൂസാണ്. ദേ ആർ വേരിയബിൾസ്. ഓരോ ഇൻസ്റ്റൻസിന് ഓരോ വാല്യൂ ആയിരിക്കും. ദെൻ ഇറ്റ് ക്യാൻ ഹാവ് മെത്തേഡ്സ്. ദേ ആർ റീഡ്, റൈറ്റ്. എ പേഴ്സൺ സേ സാം or say Smith and Susan. Smith can read and write. Same way Susan can read and write. Smith's roll number is 12. Name is Smith. Susan's roll number 2 and name is Susan. ഇത് രണ്ടും ഓരോ ഒബ്ജക്ട്സ് ആണ്. ദിസ് ഇസ് ഹൗ ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സ് വർക്ക്. നമുക്കറിയേണ്ടത് ജാവയിൽ എങ്ങനെയാണ് ക്ലാസ് യൂസ് ചെയ്യുന്നത് എന്നാണ്. സോ ജാവയിൽ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിക്ലെയർഡ് യൂസിങ് കീവേഡ് ക്ലാസ് എന്ന കീവേഡാണ് യൂസ് ചെയ്യുന്നത്. സോ സ്മോൾ ലെറ്ററിൽ ക്ലാസ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ സ്പെഷ്യൽ മീനിങ്. ക്ലാസ് ഇസ് എ കീ വേർഡാണ്. ക്ലാസിൻ്റെ അകത്ത് ഡാറ്റ വേരിയബിൾസ് ആർ ഡിഫൈൻഡ് ഇൻസൈഡ് ക്ലാസ്. ദേ ആർ നോൺ ആസ് ഇൻസ്റ്റൻസ് വേരിയബിൾ because each instance of the class it contain a copy of these variables. സോ ഓരോ ഒബ്ജക്റ്റിൻ്റെ അകത്തും അല്ലെങ്കിൽ ആ ക്ലാസ്സിൻ്റെ ഓരോ ഇൻസ്റ്റൻസിൻ്റെ അകത്തും അതിൻ്റെ സ്വന്തമായ വേരിയബിൾസിൻ്റെ കോപ്പീസ്, അതിൻ്റെ വാല്യൂസ് കാണും. അപ്പം നേരത്തെ എക്സാമ്പിൾ സുസൻ്റെ റോൾ നമ്പറും നെയിമും ഉണ്ടായിരുന്നു.
സെയിം വേ സ്മിത്തിന് സ്മിത്തിൻ്റെതായ റോൾ നമ്പറും നെയിമും ഉണ്ട്. അപ്പോൾ ആ റോൾ നമ്പർ ആൻഡ് നെയിം എന്ന് പറയുന്നത് ഇൻസ്റ്റൻസ് വേരിയബിൾസ് ആണ്. സോ ഡാറ്റ ഫോർ ഈച്ച് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആൻഡ് യുണീക്ക് ആയിരിക്കും. ഈ ഫങ്ഷൻസ് ഇൻസൈഡ് ദ ക്ലാസ് ഇസ് കോൾഡ് മെത്തഡ്സ്. So methods and variable defined within a class are called members of the class. അപ്പോൾ മെത്തേഡ്സിനെയും വേരിയബിൾസിനെയും ഒരുമിച്ച് പറയുന്ന ഒരു പേരാണ് മെമ്പേഴ്സ് ഓഫ് ക്ലാസ് എന്നും നമ്മൾ പറയാറുണ്ട്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ക്ലാസിൻ്റെ ജനറൽ ഫോം എന്ന്. സോ ദിസ് ഇസ് ഹൗ എ ക്ലാസ് വുഡ് ലുക്ക് ലൈക്ക്. സോ ഇവിടെ ക്ലാസ് എന്ന് പറയുന്നത് ദിസ് ഇസ് എ കീവേഡ് ക്ലാസ് ആൻഡ് ദിസ് ഇസ് ദി നെയിം ഓഫ് ദി ക്ലാസ്. നമുക്ക് നെയിം ഓഫ് ദി ക്ലാസ് സാധാരണഗതിയിൽ ക്ലാസിൻ്റെ നെയിം എഴുതുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓൾവേസ് ക്ലാസ് നെയിം ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് എ ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് നല്ലത്. ഇവിടെ കണ്ടോ, ദിസ് ഇസ് ആൻ എക്സാമ്പിൾ. ഇവിടെ ബോക്സ് എന്നാണ് ക്ലാസിൻ്റെ പേര്. സോ ബോക്സിൻ്റെ ബി നമുക്ക് സ്മോൾ ലെറ്ററിൽ എഴുതാം, ബട്ട് സ്റ്റിൽ ജാവ ഇറ്റ് ഓൾവേസ് ട്രൈ ടു ഫോളോ സം നെയിമിങ് കൺവെൻഷൻ. നെയിം കൊടുക്കുമ്പോൾ അതിൻ്റേതായ രീതിക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ക്ലാസ്സിൻ്റെ നെയിം കൊടുക്കുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ആൻഡ് ഒരു യോജിക്കുന്ന പേര് എന്നുള്ള രീതിക്കാണ് നമ്മളെപ്പോഴും ക്ലാസ്സിന് പേര് കൊടുക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് എന്ന് നമുക്ക് ഇപ്പോൾ ബേർഡ്സ് ക്ലാസ്, അപ്പോൾ ബേർഡ്സ് ആണ്, അതിൻ്റെ ബേർഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും അതിന്. അപ്പോൾ അതുപോലെ മീനിങ് നെയിംസ് കൊടുക്കുകയാണ് എപ്പോഴും നല്ലത്. സോ ക്ലാസ് നെയിം. പിന്നെ കേളി ബ്രാക്കറ്റ്സിൻ്റെ അകത്താണ് നമ്മുടെ ഇവിടെ കേളി ബ്രാക്കറ്റ് തുടങ്ങി കേളി ബ്രാക്കറ്റ് തീരുന്നു. അതിൻ്റെ ഉള്ളിൽ ഇറ്റ് ക്യാൻ ഹാവ് ഇൻസ്റ്റൻസ് വേരിയബിൾസ്. ഈ ഓരോ ഇൻസ്റ്റൻസിനും ഇതിന് വാല്യൂ വേറെ വേറെ ആയിരിക്കും. ടൈപ്പ് ഇൻസ്റ്റൻസ് വേരിയബിൾ, നമ്മൾ സാധാരണ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന പോലെ ഇൻസ്റ്റൻസ് വേരിയബിൾസ് വരാം. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ഹാവ് മെത്തേഡ്സ്, ബിഹേവിയർ ഓർ മെത്തേഡ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയും. ടൈപ്പ്, മെത്തേഡ് നെയിം, പാരാമീറ്റർ ലിസ്റ്റ്. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഡെഫിനിഷൻ, ബോഡി ഓഫ് മെത്തേഡ് വരാം. സോ ഇങ്ങനത്തെ മൾട്ടിപ്പിൾ മെത്തേഡ്സും ഉണ്ടാകാം. സോ ഇതെന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് ദിസ്, ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. ദിസ് ഈസ് എ ജനറൽ ഫോം ഓഫ് എ ക്ലാസ്. ക്ലാസ് എന്നുള്ളതാണ് കീവേഡ്. ദെൻ വി ക്യാൻ ഹാവ് ക്ലാസ് നെയിം, ദെൻ ദി കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട്സ്. അതിൻ്റെ ഉള്ളിൽ വി ക്യാൻ ഹാവ് ഇൻസ്റ്റൻസ് വേരിയബിൾസ് ആൻഡ് വി ക്യാൻ ഹാവ് മെത്തേഡ്സ്. ഈ മെത്തേഡ്സ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ബിഹേവിയേഴ്സാണ്. സേ വാക്ക്, ടോക്ക് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ബിഹേവിയേഴ്സാണ്. അതിനെയാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റൻസ് വേരിയബിൾസ് ആൻഡ് മെത്തേഡ്സ് ദേ ആർ ടുഗെദർ നോൺ ആസ് മെമ്പേഴ്സ് ഓഫ് ക്ലാസ് എന്നാണ് അവരെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്നത്. സോ ദിസ് ഈസ് എ സിമ്പിൾ ക്ലാസ്. ഇതിൻ്റെ അകത്ത് മെത്തേഡ്സ് ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് ഇൻസ്റ്റൻസ് വേരിയബിൾസ് മാത്രമുള്ളൊരു ക്ലാസ്സാണ്. ബോക്സ് എന്നാണ് ഈ ക്ലാസ്സിൻ്റെ പേര്. വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത്ത് ഉള്ള ഒരു ക്ലാസ്സാണിത്. ദേ ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ബോക്സ്. സോ ദിസ് എ സിമ്പിൾ ക്ലാസ്. ക്ലാസ്സിൻ്റെ അകത്ത് മെത്തേഡ്സ് വേണമെന്ന് കമ്പൾസറി ഒന്നുമല്ല, നമുക്ക് അതില്ലാതെയും ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് അനദർ എക്സാമ്പിൾ. ഹിയർ നമ്മളൊരു മെത്തേഡ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഹിയർ വോയിഡ് ബോക്സിൻ്റെ ഒരു ബിഹേവിയർ ആണ്. ഇറ്റ് ഹാസ് വോളിയം. വോളിയം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. സോ വോളിയം എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. സോ ദാറ്റ് ഈസ് റിട്ടൺ ഇൻ ഹിയർ. സോ ഹൗ ടു ഡിക്ലെയർ എൻ ഒബ്ജക്റ്റ്. സോ ഇനിയിപ്പോൾ നമുക്ക് ക്ലാസ് ഉണ്ട്. ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു 2 സ്റ്റെപ്പ് പ്രോസസ്സാണ് ഒബ്ജക്റ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഒരു വേരിയബിൾ എടുക്കുക, ആ ക്ലാസിൻ്റെ ടൈപ്പ് ഉള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. ഒരു ക്ലാസിൻ്റെ ടൈപ്പുള്ള, അതായത് ബോക്സ് എന്നുള്ളതാണ് ക്ലാസ് എങ്കിൽ ബോക്സിൻ്റെ ടൈപ്പുള്ളൊരു വേരിയബിൾ, അതായത് നമ്മൾ സാധാരണ ഒരു ഇൻറ്റിജർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻറ്റ് എ എന്ന് എഴുതും. നമുക്കപ്പോൾ ഇവിടെ നമ്മൾ ആ ക്ലാസിൻ്റെ ടൈപ്പുള്ള വേരിയബിളാണ്. ഇൻ്റാണ് ഇവിടെ ഡാറ്റ ടൈപ്പ്. ഇവിടുത്തെ ഡാറ്റ ടൈപ്പ് ബോക്സ് എന്നുള്ളതാണ്. ബോക്സ് എന്ന് പറയുന്ന ക്ലാസ്സാണ്. ബോക്സിൻ്റെ ഒരു ഡാറ്റ ടൈപ്പുള്ള ഒരു വേരിയബിൾ, സെബി എന്ന് പറയുന്ന ഒരു വേരിയബിൾ. ദിസ് ഈസ് ഹൗ നമ്മൾ ഒരു വേരിയബിളിനെ നമ്മൾ ക്ലാസ് ടൈപ്പിൽ ഡിക്ലെയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ 2 സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പേ ആയുള്ളൂ.
സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു വേരിയബിളിന് ഇറ്റ് ക്യാൻ റെഫർ ടു ആൻ ഒബ്ജക്റ്റ് മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അതിനൊരു സ്പേസ് കൊടുത്താൽ, മെമ്മറിക്കകത്ത് അതിൻ്റെ അകത്തൊരു സ്പേസ് കൊടുത്താൽ മാത്രമേ അതിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? സോ വി മസ്റ്റ് അക്വയർ എ ഫിസിക്കൽ കോപ്പി ഓഫ് ദി ഒബ്ജക്റ്റ് ദാറ്റ് ക്യാൻ അസൈൻ ഇറ്റ് ടു വേരിയബിൾ. സോ അതിന് വി ഹാവ് എ ഓപ്പറേറ്റർ, ഇറ്റ് ഈസ് നോൺ എസ് ന്യൂ ഓപ്പറേറ്റർ. ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് അതിന് മെമ്മറി അലോട്ട് ചെയ്യണം എന്ന് പറയുക കൂടി വേണം. സോ ലെറ്റ് സീ ഹൗ ദാറ്റ് ഇസ് ഡൺ. സോ ഹിയർ ക്ലാസ് നെയിം ഈക്വൽ ടു ഒബ്ജക്റ്റ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഫറൻസ് ടു ആൻ ഒബ്ജക്റ്റ് മാത്രം ഡിക്ലെയർ ചെയ്യുന്നു. ഇനി ആ ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം 2 പാരാന്തസിസ് ഇട്ട് കഴിഞ്ഞാലാണ് നമ്മൾ അതിന് അലോക്കേറ്റ് ചെയ്യുള്ളൂ, ഒരു ഒബ്ജക്റ്റിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുള്ളൂ. സോ ഇപ്പോൾ നമ്മുടെ ബോക്സ് ക്ലാസിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ബോക്സ് B1 ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിക്ലറേഷൻ മാത്രമേ ആയുള്ളൂ, റെഫറൻസ് ടു ആൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേ ഉള്ളൂ. B1 ഈക്വൽ ടു ന്യൂ ബോക്സ് കഴിഞ്ഞിട്ട് ഈ 2 ബ്രാക്കറ്റ്സ് ഇത്രയും ഇട്ടാലേ ഇതിന് അലോക്കേഷൻ കംപ്ലീറ്റ് ആകുള്ളൂ. അല്ലെങ്കിൽ നേരെ നമുക്ക് ബോക്സ് B1 ഈക്വൽ ടു ന്യൂ ബോക്സ് ഓഫ് എന്ന് പറഞ്ഞു വേണമെങ്കിൽ എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ, ഇതൊരു 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ദിസ് ഇസ് ഹൗ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഓഫ് എ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഹിയർ വി ഹാവ് എ കീവേഡ് കോൾഡ് ന്യൂ എന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അലോക്കേഷൻ ചെയ്യുന്നത്. ആക്ച്വൽ ഫിസിക്കൽ കോപ്പി കിട്ടണമെങ്കിൽ നമ്മൾ ന്യൂ എന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യുക തന്നെ വേണം. സോ ഹിയർ ലെറ്റ് സീ വാട്ട് ഹാപ്പൻ ഇൻ ഹിയർ. ബോക്സ് എന്ന് പറയുന്ന ക്ലാസ് വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, ഡെപ്ത് ഉണ്ട്. സോ ഹിയർ ബോക്സ് മൈ ബോക്സ് എന്ന് പറയുമ്പോൾ സോ ഇവിടെ ഒരു മൈ ബോക്സ് എന്ന് പറയുന്നത് ഒരു ബോക്സിൻ്റെ ഒരു ഒബ്ജക്റ്റിലേക്കുള്ളൊരു റെഫറൻസ് മാത്രമാണ്. സോ മൈ ബോക്സിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നുമില്ല. സോ ഇത് ഇങ്ങനെ ഇരിക്കും മൈ ബോക്സ് ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നുമില്ല. ഇനി നമ്മൾ ഇറ്റ് കണ്ടെയ്ൻ നൾ വാല്യൂ വിച്ച് ഇൻഡിക്കേറ്റ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് യെറ്റ് പോയിൻറ്റ് ടു ആൻ ആക്ച്വൽ ഒബ്ജക്റ്റിലേക്ക് പോയിൻറ്റ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ മീനിങ്. സോ മൈ ബോക്സ് ഈക്വൽ ടു ന്യൂ മൈ ബോക്സ് എന്ന് കാണുമ്പോൾ നമ്മളൊരു ആക്ച്വൽ ഒബ്ജക്റ്റ് അസൈൻ ചെയ്യും. എ റെഫറൻസ് ടു മൈ ബോക്സിലേക്ക് ഒരു ആക്ച്വൽ ഒബ്ജക്റ്റ് നമ്മൾ അസൈൻ ചെയ്യുന്നു. സോ ഇതും കൂടെ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഒരു ആക്ച്വൽ ഒബ്ജക്റ്റ് അലോക്കേറ്റ് ചെയ്ത് നമ്മൾ അതിലേക്ക് ഒരു റെഫറൻസ് കൊടുക്കുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ചുമ്മാ ഒരു റെഫറൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ. അതിലേക്ക് നമുക്ക് എന്തെങ്കിലും വാല്യൂ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്യുക തന്നെ വേണം. മൈ ബോക്സ് ഇപ്പോൾ ഹോൾഡ്സ് മെമ്മറി അഡ്രസ് ഓഫ് ദി ആക്ച്വൽ ബോക്സ് ഒബ്ജക്റ്റ്. ആക്ച്വൽ ബോക്സ് ഒബ്ജക്റ്റിലേക്ക് ഒരു മെമ്മറി അഡ്രസ്സ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉണ്ട്. സോ ദിസ് ഇസ് ബോക്സ് എന്ന് പറയുന്ന ക്ലാസ്. സോ ഇതിൻ്റെ ദിസ് ആൻ ആക്ടിവിറ്റി so this is a diagram. So this is a sequence diagram. So ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ബോക്സ് മൈ ബോക്സ് എന്ന് കാണുമ്പോൾ എഫക്റ്റ് മൈ ബോക്സ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് നള്ളാണ്. സോ നമുക്ക് വേണ്ടത് ഇതിൻ്റെ അകത്തേക്ക് ഒരു റെഫറൻസ്, ഇതിൻ്റെ അകത്ത് ഇതൊരു ബോക്സ് ഒബ്ജക്റ്റിലേക്ക് റെഫർ ചെയ്യുകയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ മൈ ബോക്സ് ക്രിയേറ്റ് ചെയ്ത് അത് എങ്ങോട്ടും പോയിൻ്റ് ചെയ്യാതെ ചുമ്മാ ഇരിക്കുവാണ്. അതൊരു മെമ്മറിയിലേക്ക് പോയിൻ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് യൂസ് ഉള്ളൂ. സോ മൈ ബോക്സ് ഈക്വൽ ടു ന്യൂ മൈ ബോക്സ് എന്ന് പറയുമ്പോൾ ഇത് ഒരു ആക്ച്വൽ ഒബ്ജക്റ്റിലേക്ക്, അതായത് വിഡ്ത്ത് ഹൈറ്റ് ഡെപ്ത് ഉള്ള ഒരു ആക്ച്വൽ ഒബ്ജക്റ്റിലേക്ക് റെഫറൻസ് പോകുന്നു. സോ ഇത് നടക്കണമെങ്കിൽ ഈ ഒരു ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്തേ പറ്റുള്ളൂ, എന്നാലേ നമുക്കതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദിസ് ഈസ് ഹൗ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദി ക്ലാസ് നെയിം ഫോളോഡ് ബൈ പാരാന്തസിസ് സ്പെസിഫൈ ദി കൺസ്ട്രക്ടർ ഫോർ ദി ക്ലാസ് ആണ് ഇത് സ്പെസിഫൈ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒരു ഡൗട്ട് തോന്നാം, ഇവിടെ എന്തിനാണ് ഈ സാധനം ഇട്ടേക്കുന്നത്, ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഉപയോഗം എന്താണ് എന്ന്. സോ ദിസ് മീൻസ് ദാറ്റ് നമ്മളൊരു കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. സോ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഇനീഷ്യലൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്.
So we will see about constructors in detail in the upcoming video. So stay tuned for that. We will be discussing about it. സോ അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു തീരാനുണ്ട്. എന്നിട്ട് നമുക്ക് കൺസ്ട്രക്ടറിലേക്ക് അടുത്ത വീഡിയോയിൽ കടക്കാം. സോ നെക്സ്റ്റ് ഇസ് അസൈനിങ് ആൻ ഒബ്ജക്റ്റ് റെഫറൻസ് വേരിയബിൾ. സോ ഒബ്ജക്റ്റിൻ്റെ റെഫറൻസ് വേരിയബിൾ അത് സാധാരണ അസൈൻമെൻറ്റ് ടേക്ക് പ്ലേസ് ചെയ്യുന്ന പോലെ അല്ല ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇവിടെ നമ്മൾ B1 എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. B1 ബോക്സ്, B1 ഈക്വൽ ടു ന്യൂ ബോക്സ് എന്ന് പറയുമ്പോൾ B1 ആക്ച്വലി നമ്മൾ ഇവിടെ B1 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പോയിൻറ്റിങ് ടു ആൻ ആക്ച്വൽ ബോക്സിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബോക്സ് B2 ഈക്വൽ ടു B1 എന്ന് പറയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഇവിടെ B2 എന്ന് പറയുന്നതും ഇതേ ഒബ്ജക്റ്റിലേക്ക് തന്നെ പോയിൻ്റ് ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. സോ ഇവിടെ ഒരു പോയിൻറ്റിങ് കോൺസെപ്റ്റാണ്. സോ B1 ഇതിലേക്ക് പോയിൻ്റ് ചെയ്യുന്നു. B2 ഈക്വൽ ടു B1 എന്ന് പറയുമ്പോൾ B2വും അതേ ഇൻസ്റ്റൻസിലേക്ക് തന്നെ പോയിൻ്റ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. സോ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ B2 എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ ആ ചേഞ്ച് ഇവിടെ കാണാൻ പറ്റും. B1 എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ ആ ചേഞ്ച് ഇവിടെ കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ രണ്ടിനും കൂടെ കൂടിയിട്ട് ഒരു കോപ്പിയേ ഉണ്ടാവുള്ളൂ. ആ ഒരു കോപ്പിയിലായിരിക്കും രണ്ടുപേരും ആക്സസ് ചെയ്യുന്നത്. സോ ഹിയർ B1 ആൻഡ് B2 വിൽ റെഫർ ടു ദി സെയിം ഒബ്ജക്റ്റ് ആയിരിക്കും. സോ സെയിം ഒബ്ജക്റ്റിനെയാണ് രണ്ടുപേരും റെഫറൻസ് ചെയ്യുന്നത്. B1, B2 they will be referring to same object. So any change made to object through B2 will affect the same referred by B1 because they are the same object. രണ്ട് പേര് ഇവർ ആരെന്ത് ചേഞ്ച് വരുത്തിയാലും സെയിം കോപ്പീനെയാണ് ചേഞ്ച് വരുത്തുന്നത്. That is what happened when we are assigning an object reference variable. So this is what happened if ഇപ്പോൾ നമ്മൾ B1 ഈക്വൽ ടു ന്യൂ ബോക്സ് എന്ന് കൊടുത്തു, B2 ഈക്വൽ ടു B1 എന്ന് കൊടുക്കുമ്പോൾ ഇവർ രണ്ട് പേരും സോ ഹിയർ വാട്ട് ഹാപ്പൻ ഇസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ഇങ്ങനൊരു ലൈൻ വന്നു. B2 ഈക്വൽ ടു B1 വരുമ്പോൾ ഈ ലൈനും കൂടി വരുന്നു. B1 ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B1ൻ്റെ ഈ പോയിൻ്റർ പോകുന്നു. അപ്പോൾ B2 മാത്രമാണ് ഇപ്പോൾ പോയിൻ്റ് ചെയ്യുന്നുള്ളൂ. B2 ഈക്വൽ ടു നള്ള് ചെയ്യാത്തതുകൊണ്ട് തന്നെ B2ന് ഇപ്പോഴും ആ ബോക്സ് ഒബ്ജക്റ്റിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എ ക്ലാസ് ആൻഡ് ആൻ ഒബ്ജക്റ്റ്. ക്ലാസ് ഇറ്റ്സ് എ ടെംപ്ലേറ്റ്. ഒബ്ജക്റ്റ് ഇസ് എൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. ക്ലാസ് ഒരു ലോജിക്കൽ എൻറ്റിറ്റിയാണ്. ഒബ്ജക്റ്റ് ഒരു ഫിസിക്കൽ എൻറ്റിറ്റിയാണ്. ഇറ്റ് ഈസ് ഡിക്ലയർഡ് യൂസിങ് ക്ലാസ് കീവേഡ്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ വെച്ചിട്ടാണ്. അല്ലാതെ കീവേഡ് ഒന്നുമില്ല ഒബ്ജക്റ്റിന്. ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലാസ്സിന് ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് എനി മെമ്മറി വെൻ ഇറ്റ് ഈസ് ക്രിയേറ്റഡ്. ഒബ്ജക്റ്റിന് മെമ്മറി കിട്ടുന്നുണ്ട് ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ. ക്ലാസ് ഒരു തവണയേ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുള്ളൂ. ഒബ്ജക്റ്റിൻ്റെ അതായത് ഒരു ക്ലാസ്സിന് എത്ര വേണേലും ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ദീസ് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ്. സോ ദിസ് ഈസ് ഓൾ ഫോർ നൗ. സോ നമുക്ക് മെത്തേഡ്സിനെ പറ്റി അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.